ഹായ്. സ്കോളർഷിപ്പ് മിക്കവാറും കിട്ടും. അറിയോ ഓക്കേനാ? കൈൻഡ് ഓഫ്. താനെന്താ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഫ്രഷ്നപ്പ് ആകുമല്ലായിരുന്നോ? ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് ഡോക്ടർ? സുഖമായിട്ടിരിക്കുന്നു. പറഞ്ഞ 10 lakhs. താങ്ക് യു. ഓക്കെ. ഞാനൊന്ന് പറഞ്ഞില്ലേ ഒരു കാർ വാങ്ങിക്കാനാ. ജോണിച്ചായന്റെ മോളല്ലേ, ലോൺ എടുക്കണ കുറച്ചിലായിട്ട് വന്നിട്ടുണ്ടാവില്ലേ? അതല്ല, മൊത്തം ക്യാഷ് ആയിട്ട് പേ ചെയ്താൽ 5% ഡിസ്കൗണ്ട് കിട്ടും. ഓ ഓക്കെ സാർ, താങ്ക് യു. ഓ വെൽക്കം. സാറിന് എല്ലാം കൊണ്ടും പറ്റും സാർ. നല്ല ടോക്ക്, നല്ല ആക്സിലറേഷൻ, പിന്നെ 17 കിലോമീറ്റർ മൈലേജും, 1 വർഷത്തെ ഫ്രീ സർവീസ്. പിന്നെ സാറ് മുഴുവൻ ക്യാഷും പേ ചെയ്യുന്നതുകൊണ്ട് 5% ഡിസ്കൗണ്ടും ഉണ്ട്. അല്ല, ഈ മോഡലിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലേ? ഇല്ല സാർ, 5 സ്പീഡ് മാനുവൽ. ഈ മോഡലിന് ഓട്ടോമാറ്റിക് വരുന്നില്ല സാർ. അയ്യോ, അത് പ്രശ്നമാണല്ലോ. എന്ത് പറ്റി സാർ? ഓട്ടോമാറ്റിക് അല്ലാണ്ട് പറ്റില്ല. അതിനുവേണ്ടി പുതിയ വണ്ടി വാങ്ങുന്നത് തന്നെ. അപ്പോൾ പിന്നെ ഇത് നോക്കിയിട്ട് കാര്യമില്ല. ഐ എം സോ സോറി. ഇറ്റ്സ് ഓക്കെ സാർ.
ഞാൻ കളിക്കാൻ പോവാ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ വരാൻ കുറച്ച് വൈകും. നീ കിടന്നു. ഞാൻ കീ എടുത്തിട്ടുണ്ട്. ഹലോ, കിരൺ അല്ലേ? അതെ. സോറി, ബുദ്ധിമുട്ടിപ്പിച്ചാലും ക്ഷമിക്കണം. കിരൺ ഇവിടെ ഒറ്റയ്ക്കാ താമസം അല്ലേ? അധികം വളച്ചു കെട്ടുന്നില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനി അവളോട് കാശ് ചോദിക്കരുത്. ആഹാ, നിങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനും വളച്ചു കിട്ടുന്നില്ല. 50 ലക്ഷം രൂപ എന്ന് നമുക്ക് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കാം. 50 ലക്ഷം? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും കാശുള്ളവനല്ല ഞാൻ. എനിക്ക് സാധിക്കുന്ന പരമാവധിയാണ് 10 ലക്ഷം. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ മാനത്തിന് വില പറയല്ലേ പ്ലീസ്. ഡോക്ടർ, നിങ്ങളുടെ ഭാര്യയുടെ മാനത്തിന് 10 ലക്ഷം പോയിട്ട് 10 പൈസയുടെ വില പോലുമില്ല. ഞാൻ പറഞ്ഞ 50 ലക്ഷം അത് നിങ്ങളുടെ മാനത്തിന്. നിങ്ങളുടെ ഭാര്യ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ശരീരത്തോട് അവൾ കാണിച്ച ആവേശം നിങ്ങൾക്ക് കാണണോ? ഞാൻ പറഞ്ഞ 50 ലക്ഷം തന്നില്ലെങ്കിൽ ഈ വീഡിയോ ലോകം മുഴുവൻ കാണും. എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് അവൾ എത്ര തവണയും പറഞ്ഞെന്നറിയോ? ഓരോ തവണയും നിങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ അവൾ മനസ്സിലോർക്കുന്നത് തന്നെയാണ്. അത്രയും ഗതികെട്ട നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആണായി അറിയപ്പെടാൻ 50 ലക്ഷം കൂടുതലല്ല. പുറത്തിറങ്ങ. ആ ബുക്കും പേപ്പറും എടുത്തു. ശരി. സനല്ലേ സാർ, ഈ വണ്ടി മൊത്തം ചെക്ക് ചെയ്യും. ഡിക്കി ഓപ്പൺ ചെയ്യും. ആ, എന്താ ഇത്? ജൈവവളം. ജൈവവളമോ? ആ ചാക്കൊന്ന് തുറന്നേ. ഡോക്ടറാണല്ലേ? അതെ. സോറി ഡോക്ടർ, എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്ന സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. അതാണ്. എന്തോ കഞ്ചാവ് കേസാ. സാർ വെക്കും. താങ്ക് യു. ആ ഡോക്ടറെ, ബുക്കും പേപ്പറും കയ്യിൽ വെച്ചേക്ക്. വഴിയിലൊക്കെ ചെക്കിംഗ് ഉണ്ടാവും. ഓക്കെ സാർ. ബൈക്ക്
ആ ഡോക്ടറെ, ബുക്കും പേപ്പറും കയ്യിൽ വെച്ചേക്കും. വീട്ടിലേക്ക് ചെക്കിംഗ് ഉണ്ടാവും. കാറൊക്കെ വാങ്ങിച്ചോ? ഇല്ല. അത് പറ്റി? ഞാൻ ഉദ്ദേശിച്ച കാരണം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല. അത് അവിടെ ചെന്നപ്പോഴും മനസ്സിലായത്. അപ്പൊ ഇനി വേറെ നോക്കണ്ടേ? വേറെ നോക്കണം. അതുവരെ ക്യാഷ് അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ. അത് ശരി. ഇപ്പൊ തോന്നുന്നുണ്ടോ ലോൺ എടുക്കുന്നതായിരുന്നു നല്ലതെന്ന്? തീർച്ചയായും. ഇനി പോലെ അങ്ങനെ ഓക്കെ. താങ്ക് യു. ഓക്കെ, ശരി. ഇല്ല, പറഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. നിന്റെ ബോസ് അകത്തില്ലേ? ഇല്ലല്ലോ, 4 ദിവസമായി കിരൺ സാർ വന്നിട്ട്. 4 ദിവസമായിട്ട് എന്നെ ഫോണിലും കിട്ടുന്നില്ല. അവൻ അവിടെ പോയത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, 4 ദിവസമായി ഫോണും സ്വിച്ച് ഓഫാ. അവൻ വന്ന ഉടനെ ഒന്ന് വിളിക്കാൻ പറയും. പറയാം. ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബാങ്ക് ഡീറ്റെയിൽസ് ഗുഡ് മോർണിംഗ് സർ. Sit down. Sit down, please. Anything new? സർ, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. ഒരു മാൻ മിസ്സിംഗ് കേസ്. സിറ്റിയിൽ ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന ഒരു കിരൺ കഴിഞ്ഞ 6 ദിവസമായി അയാളെ കാണാനില്ല. ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് വിവരമൊന്നുമില്ല. എറണാകുളം റൂറലിൽ നിന്നാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അവർ ഇഷ്യൂ ചെയ്ത് ലുക്കൌട്ട് നോട്ടീസ്. കാണുവാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന കിരൺ എന്ന യുവാവിനെ കാണുവാനില്ല. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. സർ, നമുക്ക് ഏറ്റെടുക്കാനുള്ള ഗൗരവം ഈ കേസിനുണ്ടോ? കാരണം ഇയാളെ കാണാതായിട്ട് 6 ദിവസം കഴിഞ്ഞു. പക്ഷെ പ്രത്യേകിച്ച് ഇതുവരെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം. ഒരാളെ കാണാതായിട്ട് 6 ദിവസം കഴിഞ്ഞു, എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിലൊരു അസ്വാഭാവികത ഇല്ലേ? അയാൾ എവിടെയെങ്കിലും യാത്ര പോയതായിരിക്കും. എങ്കിൽ പിന്നെ അയാൾക്ക് ആരോടെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടി? അങ്ങനെ ചോദിക്കേ. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് അയാൾ എന്തിനാ ആരോടും പറയാതെ പോയി? അവിടെയാണ് ഈ കേസിന്റെ മർമ്മം. നമുക്കറിയേണ്ടത് അത് തന്നെയാണ്.
അയാൾ എന്തിന് ആരോടും പറയാതെ പോയി? അയാളെ കാണാനില്ലെന്ന് ആദ്യം തോന്നിയത് ആർക്കാ? അയാളുടെ ഫിറ്റ്നസ് സെന്ററിലെ ഒരു ജോലിക്കായിരിക്കും. ആദ്യം നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അവരെയാണ്. കമോൺ. സർ, ഇത് വലിയ സെറ്റപ്പാണല്ലോ സർ. ഇത് ഇവിടുത്തെ പണക്കാരുടെ ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫിറ്റ്നസ് സെൻറ്റർ. മീര, ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് നമുക്ക് ഉപയോഗമുള്ള കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാവരുത്. അത് മനസ്സിലായ പിന്നെ ഒരു കാര്യങ്ങൾ പറയാൻ മടിക്കും. അതുപോലെ നമുക്ക് ആവശ്യമുള്ള വിവരം കിട്ടുമ്പോൾ അത് പുറത്ത് കാണിക്കരുത്, ഉള്ളിൽ ഒതുക്കണം. മനസ്സിലായോ? സർ, ഹലോ മാഡം. ആരാ സൗമ്യ? ഞാനാണ് മാഡം. സൗമ്യല്ലേ കംപ്ലൈന്റ് തന്ന്? അതെ. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എത്ര നാളായി സൗമ്യയോട് ജോലിക്ക് കയറിയിട്ട്? 6 മാസമായി. ഈ കിരൺ ഇതിനു മുമ്പ് ഇതുപോലെ പറയാതെ പോയിട്ടുണ്ടോ? ഇല്ല മാഡം, ആദ്യമായിട്ട് ഇങ്ങനെ. 4 ദിവസമായിട്ട് ഫോണിലും വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ വീട്ടിൽ പോയി നോക്കി, വീടും പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. അപ്പോഴാ പോലീസിനെ അറിയിക്കണമെന്ന് തോന്നി. ഇത് വാടകയ്ക്കല്ലേ? അതെ സാർ. അയാൾക്ക് വാഹനം എന്തെങ്കിലും ഉണ്ടോ? ഒരു കാറുണ്ട്, അത് വീടിന്റെ മുറ്റത്ത് കിടക്കണ കണ്ടു. സൗമ്യ എപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കിരണിനെ കണ്ടത്? കാണാതാവുന്നതിന്റെ തലേ ദിവസം. അന്ന് ഒത്തിരി നേരം ലാപ്ടോപ്പിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടു. അയാൾ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് സാർ, എന്ത് കാര്യം കണ്ടാലും ലാപ്ടോപ്പിൽ ഫീഡ് ചെയ്യും. അതാ ശീലം. ആ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടോ? ഇല്ല സാർ, ആ ലാപ്ടോപ്പ് കൂടെ കൊണ്ടേയിരിക്കുക. അയാൾക്ക് ഇവിടെ പ്രത്യേക മുറിയുണ്ടോ? ഇല്ല മാഡം, ഇവിടെ ഓഫീസ് ഫയൽസ് മാത്രമേ വെക്കാറുള്ളൂ. അയാൾ എങ്ങനെയാ എപ്പോഴും കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുന്ന ആളാണോ? ഇല്ല, കൂടുതൽ ATM കാർഡാണ് ഉപയോഗിക്കാറ്. അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട് സാർ, കാണാതായപ്പോൾ കുറേ പേര് അന്വേഷിച്ചു. ശരി, ഞങ്ങൾ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും സാർ. ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. അയാളുടെ ഫോൺ റെക്കോർഡ്സ്, ബാങ്ക് അക്കൗണ്ട്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. ഷുവർ സർ. സർ, എന്ത് പറ്റി സർ? ഒന്നുമില്ല, അടുത്ത പേഷ്യന്റ് വിളിച്ചു. സുനിൽ സർ, ആ കിരണിന്റെ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തു. വീടുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്. അയാളുടെ അനിയനാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്. കോളേജിൽ അയാൾ പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിലും തുടങ്ങിയത് ഫിറ്റ്നസ് സെന്ററാണ് സർ. അത് നല്ല രീതിയിൽ റൺ ചെയ്യുന്നുമുണ്ട്. ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നതിനായിട്ട് നല്ലൊരു തുക ലോൺ എടുത്തിട്ടുമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ മനഃപൂർവ്വം മുങ്ങിയതാവാൻ വഴിയില്ല. അയാളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി ഒന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ അറിവിൽ അയാളുടെ ഒരേ ഒരു വരുമാനം ഈ ഫിറ്റ്നസ് സെന്ററാണ്. പക്ഷെ അതിനേക്കാൾ വളരെ കൂടുതൽ പണം അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ 13-ാം തീയതി ബുധനാഴ്ച 5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരു വിനായകന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണാതാകുന്നതുവരെ മറ്റു പലരുമായും ഇതുപോലെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് നമുക്കറിയാത്ത ഏതോ രീതിയിൽ അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ബിസിനസ് ആവാൻ വഴിയില്ല. അതുകൊണ്ടാവും പറയാതെ പോയത്. ഞാൻ അയാളുടെ ഫോൺ റെക്കോർഡ്സ് ചെക്ക് ചെയ്തു. അയാളെ കാണാതായതിന്റെ തലേ ദിവസം രാത്രിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും അത് ഓൺ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും നമ്പർ അയാൾക്കുണ്ടായിരിക്കും. വേറെ ബിസിനസ്സിന് പോകുമ്പോൾ വേറെ നമ്പർ ആയിരിക്കും അയാൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല, കാണാതായ ശേഷം കഴിഞ്ഞ 7 ദിവസത്തിനിടയിൽ അയാൾ ഒരിക്കൽ പോലും ATM കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിൽ പണം പിൻവലിച്ചിട്ടുമില്ല. സ്ഥിരമായി കാർഡ് ഉപയോഗിക്കുന്ന ഒരാൾ 7 ദിവസമായി പണം പിൻവലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല ലക്ഷണമല്ലല്ലോ. ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട വീടാണല്ലോ. കിരണിനോട് വാടകയ്ക്ക് താമസിക്കുക. ഉടമസ്ഥൻ അമേരിക്കയില. മിസ്റ്റർ മാത്യു ജോസഫ്. കാറിന്റെ മേലെ അധികം പൊടിയില്ലല്ലോ. മിനിഞ്ഞാന്ന് മഴ പെയ്തല്ലോ. നമ്മൾ ആദ്യം നടത്തുന്ന പരിശോധനയാണ് ഏറ്റവും പ്രധാനം. കുന്തം പോയാൽ കുടത്തിലും തിരിയുന്ന സ്വഭാവമായിരിക്കണം ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക്. എത്ര നിസ്സാരമായ കാര്യങ്ങൾ കണ്ടാലും അത് നോട്ട് ചെയ്ത് വെക്കണം. നിസ്സാരമായ കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നത്. സാറ് കള്ളനാവാത്ത നാട്ടുകാരുടെ ഭാഗ്യം. കള്ളനെ പിടിക്കാൻ അതിലും വലിയ കള്ളനാവണം വീര. ഒറ്റനോട്ടത്തിൽ അസാധാരണമായൊന്നും തോന്നില്ല അല്ലേ?
അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പ് ആ ലാപ്ടോപ്പ് എവിടെയാണെന്ന് അറിയണം. സർ, യാത്ര പോകുന്ന ഒരാൾ ഇത്രയും രൂപ വെറുതെ വീട്ടിൽ വെച്ചിട്ട് പോകും? എങ്കിൽ അയാൾ പണമൊട്ടും ആവശ്യമില്ലാത്തൊരു യാത്രയ്ക്കായിരിക്കും പോയത്. സർ, ആ ലാപ്ടോപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ അയാൾ അതും കൊണ്ടുപോയിട്ടുണ്ടാവും സർ. ഉണ്ടാവാം, പക്ഷേ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ് കാണണ്ടേ? ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു CD-യോ ഹാർഡ് ഡിസ്കോ പെൻഡ്രൈവോ ഒന്നും കാണുന്നില്ല. അത് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നണില്ലേ? ഒരുപക്ഷെ അതും അയാൾ കൊണ്ടുപോയി കാണും. ആവാം, പക്ഷെ അയാൾ തന്നെയാണോ അത് കൊണ്ടുപോയതെന്നാണ് നമുക്കറിയേണ്ടത്. എന്നാലും ഈ വീട്ടിൽ കാണുന്നതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. ഈ സൗണ്ട് കേട്ടോ? വേറൊരു സ്ഥലത്തും ഈ സൗണ്ട് ഇല്ല. ഇവിടെ മാത്രം ഈ സൗണ്ട് കേൾക്കാൻ എന്താ കാരണം? സൗണ്ട് കേട്ടിട്ട് അവിടെ മാത്രം സോപ്പിട്ട് കഴിക്കുമല്ലോ തോന്നുന്നു. കറക്റ്റ്. എന്തിന് ഇവിടെ മാത്രം കഴുകി വൃത്തിയാക്കണം? അവിടെ രക്തം വീണിട്ടുണ്ടാവും. അതെങ്ങനെ പറയാൻ പറ്റും? അതാണ് പോലീസ് ബുദ്ധി. സംശയകരമായ രീതിയിൽ ഒരു സ്ഥലം കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് കണ്ടാൽ അവിടെ വീണത് രക്തമായിരുന്നു എന്ന് വേണം നമ്മൾ ആദ്യം സംശയിക്കാൻ. മാഡം, ഒരു കുറ്റവാളി തെളിവ് നശിപ്പിക്കാൻ നോക്കുമ്പോൾ അയാൾ ആദ്യം ശ്രമിക്കുന്നത് രക്തക്കറ മായ്ക്കാനായിരിക്കും. അതാണ് ക്രിമിനൽ സൈക്കോളജി. രക്തക്കറ മായ്ക്കുന്നത്ര എളുപ്പമല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിറ്റർജന്റ് ഉപയോഗിക്കേണ്ടി വരും. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല, പോലീസ് നായ്ക്ക് മണം കിട്ടാതിരിക്കാൻ വേണ്ടി കെമിക്കൽസും സ്പ്രേ ചെയ്തിട്ടുണ്ട്. കഴുകി കളഞ്ഞാൽ പിന്നെ രക്തമാണെന്ന് എങ്ങനെ തെളിയിക്കും? അതിനാണ് ലൂമിനോൾ ടെസ്റ്റ്. കഴുകിയ സ്ഥലത്ത് ലൂമിനോൾ സ്പ്രേ ചെയ്യണം. എന്നിട്ടൊരു അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ച് നോക്കിയാൽ മതി. എത്ര നന്നായി കഴുകിയാലും രക്തം വീണ ഭാഗം തിരിച്ചറിയാൻ പറ്റും. സർ, ഇത്രയും ഭാഗത്ത് രക്തം വീണിട്ടുണ്ട്. ബ്ലഡിന്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഇവിടെ വെച്ച് ആർക്കോ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മർഡർ തന്നെ നടന്നിട്ടുണ്ടാവും. കമോൺ സർ. ഇതാ നോക്കിയേ. ആ സെറ്റിൽ ഒരു കത്തി മാത്രം ഇല്ലാത്തത് ശ്രദ്ധിച്ചു. ഒരുപക്ഷെ ആ കത്തി ഉപയോഗിച്ചായിരിക്കും കുത്തിയിട്ടുണ്ടാവുക. എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അക്രമി ആ കത്തിയും കൊണ്ടുപോയിട്ടുണ്ടാവും. സർ, മുറിവേറ്റത് കാണാതായ കിരണ് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. ഒരുപക്ഷെ അയാൾ മറ്റാരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് മുറിവേൽപ്പിച്ചതായിക്കൂടെ? യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ രക്തം കാണാതായ കിരണിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ DNA ടെസ്റ്റ് വേണ്ടി വരും. പക്ഷെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴുകിയതുകൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ പറ്റുമെന്ന് കണ്ടറിയണം. എനിവേ, വി വിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തിട്ട് വന്നാൽ മതി. ആവശ്യമെങ്കിൽ ബാക്കപ്പ് ടീമിനെ വിളിച്ചോളൂ. യെസ് സർ. പിന്നെ ഒരു കാര്യം, സർ. ഇവിടെ ഒരു കൊല നടന്നതായി നമ്മൾ സംശയിക്കുന്നത് പോലും പുറത്താരും അറിയരുത്. യെസ് സർ. ടോപ്പ് സീക്രട്ട്. സർ. കമോൺ മീര. സർ, കുറ്റാന്വേഷണത്തിനൊരു മെത്തേഡ് ഉണ്ട്. ആദ്യം തന്നെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യണം. എന്നിട്ട് ആ തെളിവുകളെല്ലാം ഉണ്ടാവുന്ന തരത്തിൽ ഒരു ക്രൈം എങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന് ആലോചിക്കണം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തിയറിയാണ്. നമ്മുടെ തിയറി ശരിയാണെങ്കിൽ പിന്നീട് കിട്ടുന്ന എല്ലാ തെളിവുകളും യോജിച്ചു വരും. മറിച്ചാണെങ്കിലോ അതിനനുസരിച്ച് നമ്മുടെ തിയറിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. ഒടുവിൽ എല്ലാ തെളിവുകളും കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു തിയറി ഉരുത്തിരിഞ്ഞു വരും. അതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന സത്യം. ഏത് കേസും തെളിയിക്കാൻ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്.